ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് പോളിനോമിയൽ എന്ന ചാപ്റ്ററിലുള്ള കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അതായത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫാക്ടറൈസ് 2√2 a cube plus 8b cube minus 27c cube plus 18√2 abc. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഐഡന്റിറ്റിയാണ് വരുന്നത് എന്നുള്ളത് ഓർമ്മിച്ചോ. ഇവിടെ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെഡ് ക്യൂബ്. അപ്പോൾ നമ്മൾ അതായത് -3xyz ഇവിടെ മൈനസ് വന്നതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഐഡന്റിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെഡ് ക്യൂബ് -3xyz ഈക്വൽ ടു x plus y plus z, x plus y plus z into x square plus y square plus z square minus xy minus yz minus zx. ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫോമിലേക്ക് മാറ്റി ചെയ്യുന്നു. 2√2 a cube. 2√2 a cube എന്ന് പറയുമ്പോൾ √2 ക്യൂബ് എന്താണ് നമുക്ക് വരിക? √2 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2 into √2 into √2 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? √2 ക്യൂബ് പ്ലസ് √2 ക്യൂബ്, അതായത് √2 a ക്യൂബ്, a ഉണ്ട് അവിടെ. അപ്പോൾ √2 a ക്യൂബ് ആണ് 2√2 a ക്യൂബ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. √2 ഹോൾ ക്യൂബ്. ഇനി 8 എന്ന് പറയുന്നത് എന്താണ്? 2 ക്യൂബാണ് 8. അപ്പോൾ 2b ക്യൂബ് മൈനസ്, ആ മൈനസ് അതേപോലെ എഴുതി. ഇവിടെ 27 എന്ന് പറയുന്നത് 3 ക്യൂബാണ്, 3c ക്യൂബ്. അപ്പോൾ 27c ക്യൂബ് എന്നുള്ളത് അങ്ങനെ മാറ്റി എഴുതി. ഇനി ഇവിടെ നമുക്ക് പ്ലസ്, അതായത് ഇവിടെ നമുക്ക് മൈനസ് സൈനാണ് വേണ്ടത്. അപ്പോൾ മൈനസ് എഴുതുകയാണ്. -3 ഇൻറ്റു എക്സ് എന്താണ് നമ്മളത്? √2 എക്സ് വൈ സെറ്റ് ആണ് വേണ്ടത്. വൈ എന്ന് പറയുന്നത് ഇവിടെ 2b ഇൻറ്റു സെറ്റ് എന്ന് പറയുന്നത് -3c ആണ്. അപ്പോൾ ഇവിടെ ഈ മൈനസും മൈനസും കൂടി പ്ലസ് ആയി. 3 × 3 9, 9 × 2 18, √2 abc എന്നുള്ളതിന് നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത്. അപ്പോൾ ഇത് നമ്മുടെ ഐഡന്റിറ്റി എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെഡ് ക്യൂബ് -3xyz എന്നുള്ള ഫോമിലേക്ക് മാറി. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി എങ്ങനെ എഴുതാം? ഇത് എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്? അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്, എക്സ് √2a പ്ലസ് വൈ 2b, സെഡ് എന്ന് പറയുന്നത് -3c. ഈ മൈനസ് അതേപോലെ തന്നെ എഴുതി. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് √2 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് 2b സ്ക്വയർ പ്ലസ് -3c സ്ക്വയർ. ഇവിടെ -xy എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ അതേപോലെ എഴുതി. എക്സ് എന്താണ്? √2a, വൈ എന്ന് പറയുന്നത് 2b മൈനസ് വൈ സെഡ്, വൈ എന്ന് പറയുന്നത് 2b ഇൻറ്റു സെഡ് എന്ന് പറയുന്നത് -3c മൈനസ് സെഡ് എക്സ് √2a. അപ്പം നമുക്ക് ആൻസർ ആയിട്ട് വരിക √2a പ്ലസ് 2b -3c ഇൻറ്റു, പിന്നെ ഇനി നമ്മൾ എഴുതുന്നു √2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2a സ്ക്വയർ പ്ലസ് 4b സ്ക്വയർ പ്ലസ് ഇവിടെ ഈ മൈനസ് സ്ക്വയർ ചെയ്യുമ്പോൾ പ്ലസ് ആവും 9c സ്ക്വയർ. ഇനി ഇവിടെ മൈനസ് വരും, -2√2 ab. ഇവിടെ ഈ മൈനസും കൂടി പ്ലസ് ആവും 6bc പ്ലസ് 3√2 ac. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുക. ആ ഐഡന്റിറ്റി ഓർമ്മിക്കുക. എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെഡ് ക്യൂബ് -3xyz. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതേ ടൈപ്പ് തന്നെ. 2√2 എക്സ് ക്യൂബ് പ്ലസ് 3√3 വൈ ക്യൂബ്. ഇവിടെ നമുക്ക് -3xyz എന്നുള്ളത് ഇല്ല. അപ്പോൾ അത് നമ്മൾ ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യാം. അതായത് 2√2 എക്സ് ക്യൂബ് പ്ലസ് 3√3 വൈ ക്യൂബ്. ഇതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലസ് 5√5 മൈനസ് 3√5 ഇൻറ്റു √6 ഇൻറ്റു xy എന്ന് വന്നു. അപ്പോൾ ഇത് -3xy ആ ഒരു ഫോമിലേക്ക് മാറി. xy സെഡ് എന്നുള്ളത് ഇവിടെ 5√5 ആണ്. അപ്പോൾ
ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 റൂട്ട് 2 എക്സ് ക്യൂബ് എന്ന് പറയുന്നത് റൂട്ട് 2 എക്സ് ഹോൾ ക്യൂബ്, റൂട്ട് 2 എക്സ് ഹോൾ ക്യൂബ് പ്ലസ് 3 റൂട്ട് 3 എന്ന് പറയുന്നതും അതേപോലെ തന്നെ. അതായത് റൂട്ട് 3 ക്യൂബ്, നമുക്ക് റൂട്ട് 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3, ഇപ്പോൾ 3 റൂട്ട് 3 ആണ് വരിക. റൂട്ട് 3 ബൈ ക്യൂബ്. 5 റൂട്ട് 5 എന്ന് പറയുന്നത് നമുക്ക് റൂട്ട് 5 ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. മൈനസ് 3 എക്സ് എന്ന് പറയുന്നത് റൂട്ട് 2 എക്സ്, y എന്ന് പറയുന്നത് റൂട്ട് 3 y, z എന്ന് പറയുന്നത് റൂട്ട് 5. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 എന്ന് പറയുന്നത് റൂട്ട് 6 ആണ്. റൂട്ട് 5 വന്നു, എക്സ് ബൈ 3. അപ്പോൾ മൈനസ് 3 എക്സ് ബൈ സെഡ് എന്ന് വന്നു. ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്. എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെഡ് ക്യൂബ് മൈനസ് 3 എക്സ് ബൈ സെഡ് എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്, അതായത് ഈ ഐഡന്റിറ്റി എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്, എക്സ് എക്സ് എന്താണ്? റൂട്ട് 2 എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇൻറ്റു എക്സ് സ്ക്വയർ റൂട്ട് 2 എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് 3 വൈ സ്ക്വയർ പ്ലസ് റൂട്ട് 5 സ്ക്വയർ മൈനസ് എക്സ് വൈ എന്നുള്ളത് റൂട്ട് 2 എക്സ് ഇൻറ്റു റൂട്ട് 3 വൈ മൈനസ് വൈ സെഡ് മൈനസ് റൂട്ട് 3 വൈ മൈനസ് റൂട്ട് 50, അതായത് ഇൻറ്റു റൂട്ട് 50 റൂട്ട് 5 മൈനസ് ഇത് രണ്ടും കൂടി വരും, അത് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 5 ഇൻറ്റു എക്സ് അങ്ങനെ കിട്ടി. ഇനി ഇതിനെ ഷോർട്ടാക്കി എഴുതാം. റൂട്ട് 2 എക്സ് പ്ലസ് റൂട്ട് 3 വൈ പ്ലസ് റൂട്ട് 5 ഇൻറ്റു ഇത് 2 എക്സ് സ്ക്വയർ പ്ലസ് 3 വൈ സ്ക്വയർ പ്ലസ് 5 മൈനസ് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 എന്ന് പറയുന്നത് റൂട്ട് 6 എക്സ് വൈ മൈനസ് റൂട്ട് 15 വൈ മൈനസ് റൂട്ട് 10 എക്സ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ആ ഐഡൻറ്റിറ്റി ആണെന്നുള്ളത് ഓർമ്മിച്ചിട്ട് ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യും. ഇനി അടുത്തത് യൂസിങ് ഫാക്ടർ തിയറം ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ if 2x raised to 4 minus ax cube plus 4x square minus x plus 2 is divisible by 2x plus 1. അതായത് ഫാക്ടർ തിയറം ഉപയോഗിച്ചിട്ട് എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ, അത് 2x plus 1 അതിൻ്റെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. അതായത് 2x plus 1 equal to 0, 2x is equal to minus 1, x is equal to minus 1/2. അപ്പോൾ നമ്മൾ ഇത് ഫാക്ടർ തിയർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ബൈ ഫാക്ടർ തിയർ നമുക്ക് എന്താ പറയുക, 2x പ്ലസ് ഇത് ഇതിനെ കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഇത് ഇതിൻ്റെ ഫാക്ടർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇത് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ 2x raised to 4 മൈനസ് ax ക്യൂബ് പ്ലസ് 4x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോളിനോമിയലിന് 2x പ്ലസ് 1 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അത് അതിൻ്റെ ഫാക്ടറാണ്. അപ്പോൾ ഫാക്ടർ തിയറം പ്രകാരം നമുക്ക് എങ്ങനെ പറയാം? പി ഓഫ് മൈനസ് 1/2 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. ഫാക്ടർ ആണെങ്കിൽ നമ്മൾ 1/2 ആ വാല്യൂ അതിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് 0 ആയിരിക്കും കിട്ടുക. അപ്പോൾ ബൈ ഫാക്ടർ തിയറം പി ഓഫ് മൈനസ് 1/2 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ പി ഓഫ് മൈനസ് 1/2 എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കിട്ടുക? ഈക്വൽ ടു 2 ഇൻറ്റു മൈനസ് 1/2 റേസ് ടു 4 മൈനസ് എ ഇൻറ്റു മൈനസ് 1/2 ക്യൂബ് പ്ലസ് 4 ഇൻറ്റു മൈനസ് 1/2 സ്ക്വയർ മൈനസ് 1/2 പ്ലസ് 2 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു ഇവിടെ റേസ് ടു 4 ആയതുകൊണ്ട് ഈവൻ നമ്പേഴ്സ് ആണ് പവർ വരുന്നതെങ്കിൽ മൈനസ് 1/2 ഇൻറ്റു മൈനസ് 1/2 ഇൻറ്റു മൈനസ്, അതായത് 4 ടൈം വരുമ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 4 ടൈം വരുമ്പോൾ അവിടെ 16 ആയി. അപ്പോൾ 1/16 മൈനസ് ഇവിടെ മൈനസ് ഓഫ് മൈനസ്, അതായത് മൈനസ് 1/2 ഇൻറ്റു മൈനസ് 1/2 ഇൻറ്റു മൈനസ് 1/2 എന്ന് പറയുമ്പോൾ മൈനസ് 1/8 ആണ് വരുന്നത്. ഇവിടെയുള്ള മൈനസും കൂടി അത് പ്ലസ് 1/8 ഇങ്ങനെ കിട്ടി. പ്ലസ് 1/8 എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്ലസ് 4 ഇൻറ്റു 1/4. എപ്പോഴും പവർ ഈവൻ നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ അത് മൈനസ് ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് സൈനാണ് വരിക. കാരണം മൈനസ് 1/2 ഇൻറ്റു മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 1/4 ആണ്. പ്ലസ് ഈ മൈനസും കൂടി പ്ലസ് ആയി 1/2 പ്ലസ് 2 ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഷോർട്ട് ആക്കാം. 2/16 എന്ന് പറയുന്നത് 1/8 പ്ലസ് a/8 പ്ലസ് ഇത്
നമുക്ക് എന്തായാലും LCM എടുക്കണം. അതുകൊണ്ട് 4/4 എന്നുള്ളത് 1 ആയി എഴുതണ്ട. ഇവിടെ 1/2 പ്ലസ് 2 ഈക്വൽ ടു 0. ഇനി LCM നമ്മൾ 8 LCM എടുക്കുന്നു. 8 LCM എടുക്കുമ്പോൾ ഇവിടെ 1 പ്ലസ് a പ്ലസ് ഇത് 8 ആവണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 8 പ്ലസ് ഇത് 8 ആവണമെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് 4 പ്ലസ് ഇവിടെ 16 ഈക്വൽ ടു 0. അപ്പോൾ ഈ 8 ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുമ്പോൾ 0 ആയി. അപ്പോൾ അതിന് ഈ ആൻസർ എന്ന് പറയുന്നത് അതിനെ ഷോർട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എയുടെ വാല്യൂ കിട്ടും. ഇതാണ് അതിൻ്റെ ആൻസർ. അതായത് ഇവിടെ എ പ്ലസ് എത്ര 1 പ്ലസ് 8 9 9 പ്ലസ് 4 13 13ഉം 16ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 29. എ പ്ലസ് 29 ഈക്വൽ ടു 0. ഈ 8 ഡിനോമിനേറ്ററിൽ 8 ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുമ്പോൾ 0 × 8 0 ആയി പോകും. അപ്പോൾ ബാക്കിയുള്ളത് നോക്കിയാൽ മതി. 1 പ്ലസ് 8 9 9 പ്ലസ് 4 13 13 പ്ലസ് 16 29. അപ്പോൾ എ പ്ലസ് 29 ഈക്വൽ ടു 0. എ ഈക്വൽ ടു -29. നമുക്ക് ഫാക്ടർ തിയറം ഉപയോഗിച്ചിട്ട് എയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിവിസിബിൾ ബൈ 2x + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x + 1 അതിൻ്റെ ഒരു ഫാക്ടറാണ്. അപ്പോൾ എക്സ് അതായത് P of -1/2 ഈക്വൽ ടു 0 ആയിരിക്കും. ആ വാല്യൂ അതിൽ കൊടുത്തിട്ട് എയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ അടുത്തത് ഫൈൻഡ് ദ റിമൈൻഡർ വെൻ P of x is equal to x³ - 3x² + 3x + 2 is divided by x minus 1/2. x minus 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ കാണാനാണ് പറയുന്നത്. നമ്മളിവിടെ റിമൈൻഡർ തിയറം ഉപയോഗിച്ചിട്ട് ചെയ്യും. അപ്പോൾ x minus 1/2 ഈക്വൽ ടു 0, x is equal to 1/2. ഇവിടെ നമുക്ക് P of 1/2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫാക്ടർ തിയറോ റിമൈൻഡർ തിയറോ മാറിപ്പോയത്. ഇതിൽ നമ്മൾ റിമൈൻഡർ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നു. ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു 0 ആയിരിക്കും. എപ്പോഴും നമ്മൾ ആ വാല്യൂ കൊടുക്കുമ്പോൾ ഈക്വൽ ടു 0 ആണ് നമുക്ക് കിട്ടുക. ഫാക്ടർ ആണെങ്കിൽ ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ കൊടുത്തു നോക്കുമ്പോൾ നമുക്ക് 0 കിട്ടും. ഫാക്ടർ ആണെങ്കിൽ നമ്മൾ അത് കൊടുത്തിട്ട് ഈക്വൽ ടു 0 കൊടുത്തിട്ട് വാല്യൂ കണ്ടുപിടിക്കുക. അത്ര ഇതിൽ വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റിമൈൻഡർ ആണ് കണ്ടുപിടിക്കേണ്ടത്. റിമൈൻഡർ കാണാൻ വേണ്ടി P of 1/2. P of 1/2 എന്ന് പറയുന്നത് ഇവിടെ 1/2 ക്യൂബ് മൈനസ് 3 × 1/2 സ്ക്വയർ പ്ലസ് 3 × 1/2 പ്ലസ് 2. എന്നിട്ട് ഇതിനെ ഷോർട്ടാക്കി ഇതിൻ്റെ റിമൈൻഡർ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. 1/8 മൈനസ് 3/4 പ്ലസ് 3/2 പ്ലസ് 2. അപ്പോൾ ഇവിടെ നമുക്ക് LCM 8 ആണ് വരുന്നത്. 1 മൈനസ് ഇത് 8 ആവണമെങ്കിൽ 4 × 2 ആണ് 8. അപ്പോൾ 2 കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ 3 × 2 എന്ന് പറയുന്നത് 6. ഇവിടെ 2 ആണ് ഡിനോമിനേറ്ററിൽ ഉള്ളത്. ഇത് 8 ആണെങ്കിൽ 4. അപ്പോൾ 4 കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുക 12 പ്ലസ് ഇവിടെ നമുക്ക് 1 ആണ് ഡിനോമിനേറ്ററിലുള്ളത്. അപ്പോൾ 8 ആണെങ്കിൽ 8 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. 8 × 2 60 ഇസ് ഈക്വൽ ടു ആദ്യം പോസിറ്റീവ് സൈൻ ഉള്ളത് ആഡ് ചെയ്യുക. 1 + 12 13 13 + 6 16 എന്ന് പറയുന്നത് 29. 29 നിന്ന് 6 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 23. 23/8. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. 23/8. അടുത്തത് find the value of k if 2x minus 1 is a factor of ഈ ഒരു പോളിനോമിയലിന്റെ ഫാക്ടർ ആണ് 2x minus 1. അപ്പോൾ നമുക്കിവിടെ കെയുടെ വാല്യൂ കാണാനാണ് പറയുക. ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. അതായത് 2x minus 1 ഈക്വൽ ടു 0, 2x is equal to 1, x is equal to 1/2. ഇവിടെ ഫാക്ടർ എന്ന് തന്നത് കൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? P of 1/2 ഈക്വൽ ടു 0. കാരണം 2x minus 1 ഈ ഒരു പോളിനോമിയലിന്റെ ഫാക്ടർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഇനി ആ വാല്യൂ അതിൽ കൊടുക്കുക. P of 1/2 ഈക്വൽ ടു 2 × 1/2 whole cube minus k × 1/2 സ്ക്വയർ പ്ലസ് 2 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്ക് 2/8 മൈനസ് k ബൈ 1/2 × 1/2 4, k/4 പ്ലസ് 2 ഈക്വൽ ടു 0. ഇവിടെ 1/4 മൈനസ് k/4 പ്ലസ് 2 ഈക്വൽ ടു 0. 4 LCM ആയിട്ട് എടുക്കുന്നു. 4 LCM ആയിട്ട് എടുക്കുമ്പോൾ 1 മൈനസ് k ഇവിടെ 4 ആവണമെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 2 എന്ന് പറയുന്നത് 8 ഈക്വൽ ടു 0. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുമ്പോൾ 0 ആയിപ്പോയി. മൈനസ് k പ്ലസ് 9 ഈക്വൽ ടു 0. അപ്പോൾ k ഈക്വൽ ടു 9 എന്ന് കിട്ടും. അതായത് മൈനസ് k ഈക്വൽ ടു -9 അല്ലെങ്കിൽ k ഈക്വൽ ടു 9 ഡയറക്റ്റ് എഴുതാം. നമുക്ക് k ഈക്വൽ ടു 9 എഴുതുക. അടുത്തത് ഇവിടെ
ഫാക്ടറൈസ് എക്സ് സ്ക്വയർ പ്ലസ് 1/x² മൈനസ് 2 മൈനസ് 3x പ്ലസ് 3/x ആണുള്ളത്. ഇതിന് നമുക്ക് ആദ്യം അതായത് എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 1/x² പ്ലസ് എക്സ് മൈനസ് 1/x ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1/x² മൈനസ് 2x ഇൻറ്റു 1/x എന്ന് വരും. അത് ക്യാൻസൽ ആയിട്ട് മൈനസ് 2 എന്ന് വരും. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1/x² മൈനസ് 2 എന്നുള്ള പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? എക്സ് മൈനസ് 1/x ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ് മൈനസ് 1/x ഹോൾ സ്ക്വയർ മൈനസ്, ഇനി ഇതേ ഉണ്ടാവുള്ളൂ, മൈനസ് 3. അതിൽ -3 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എക്സ് മൈനസ് 1/x. അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഇത്രയും ഭാഗം എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 1/x² മൈനസ് 2 എന്നുള്ളത് എക്സ് മൈനസ് 1/x ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു. ഇനി ഇതിൽ രണ്ടിലും നമുക്ക് കോമൺ ആയിട്ട് 3 ഉണ്ട്. -3 ആണ് പുറത്തേക്ക് എടുത്തിട്ടില്ല. അപ്പോൾ എക്സ് മൈനസ്, അതായത് മൈനസ് ഓഫ് മൈനസ് വന്നു കഴിഞ്ഞാലും അവിടെ പോസിറ്റീവ് സൈൻ വരുള്ളൂ. അപ്പോൾ മൈനസ് 1/x. ഇനി ഇതിൽ രണ്ടിലും നമ്മൾ നോക്കുവാണെങ്കിൽ എക്സ് മൈനസ് 1/x കോമൺ ആയിട്ടുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ഒരു എക്സ് മൈനസ് 1/x ആണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ബാക്കി എന്തുണ്ടാവും? ഇവിടെ എക്സ് മൈനസ് 1/x ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു -3. അപ്പോൾ ഇതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 1/x, എക്സ് മൈനസ് 1/x മൈനസ് 3. ഇതാണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫാക്ടറൈസ് 8a³ പ്ലസ് 12a² പ്ലസ് 6ab² പ്ലസ് b³. ഇതിനെ ഫാക്ടറൈസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയണം, അതായത് a പ്ലസ് b ഹോൾ ക്യൂബ്, ആ ഒരു ഐഡന്റിറ്റി. a പ്ലസ് b ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? a³ പ്ലസ് 3a² പ്ലസ് 3ab² പ്ലസ് b³. അപ്പോൾ ഏത് ഐഡന്റിറ്റി ആണോ വരുന്നത് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറൈസ് ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ ഇങ്ങനെ വന്നത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഓർമ്മിച്ച് നോക്കുക. എ പ്ലസ് എല്ലാം പോസിറ്റീവ് ആണുള്ളത്. അപ്പോൾ a പ്ലസ് b ഹോൾ ക്യൂബ്. അപ്പോൾ 8 എന്ന് പറയുന്നത് അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 2a ഹോൾ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 3a² ആണ്. അപ്പോൾ 2a². b എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? b തന്നെ. അപ്പോൾ b പ്ലസ് 3ab² പ്ലസ് b³. ഈ ഒരു ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. നോക്കി നോക്കുക. 8a³ 3 ഇൻറ്റു 4 12a²b പ്ലസ് 3 ഇൻറ്റു 2 എന്ന് പറയുന്നത് 6ab² പ്ലസ് b³. അപ്പോൾ അതിന് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കും. ഇനി എന്ത് ചെയ്യുക? 2a പ്ലസ് b ഹോൾ ക്യൂബ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അതായത് 2a പ്ലസ് b ഇൻറ്റു 2a പ്ലസ് b ഇൻറ്റു 2a പ്ലസ് b. ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ് മാൻ 2a മൈനസ് 5b മൈനസ് 3c ഹോൾ സ്ക്വയർ. അപ്പോൾ എന്താണ് അത് ഐഡന്റിറ്റി? a പ്ലസ് b പ്ലസ് c ഹോൾ സ്ക്വയർ ഈക്വൽ ടു a² പ്ലസ് b² പ്ലസ് c² പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ് 2ca. അപ്പോൾ അത് ആ ഒരു ഫോമിൽ മാറ്റി എഴുതിയതുകൊണ്ട്. അപ്പോൾ a² എന്ന് പറയുന്നത് 2a² പ്ലസ് b² എന്ന് പറയുന്നത് 5b² പ്ലസ് c² എന്ന് പറയുന്നത് മൈനസ് 3c² പ്ലസ് 2ab എന്ന് പറയുന്നത് മൈനസ് 5b എന്ന് വരും. 2a ഇൻറ്റു മൈനസ് 5b പ്ലസ് 2ac 2ab പ്ലസ് 2bc. b എന്ന് പറയുന്നത് ഇവിടെ മൈനസ് 5b ഇൻറ്റു c എന്ന് പറയുന്നത് മൈനസ് 3c പ്ലസ് 2ca c മൈനസ് 3c a എന്ന് പറയുന്നത് 2a. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 4a² പ്ലസ് 25b² പ്ലസ് 9c². ഇവിടെ മൈനസ് വരും. മൈനസ് 4 ഇൻറ്റു 5 20ab. ഇവിടെ പ്ലസ് ആവും. മൈനസ് മൈനസ് പ്ലസ് ആയി. 15 ഇൻറ്റു 2 എന്ന് പറയുന്നത് 30bc മൈനസ് ഇവിടെ 6 ഇൻറ്റു 2 12ac. അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫാക്ടറൈസ് 27x³ മൈനസ് 125y³. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഐഡന്റിറ്റി ഓർമ്മിക്കണം. x³ മൈനസ് y³. x³ മൈനസ് y³ എന്ന് പറയുമ്പോൾ x മൈനസ് y. ഇവിടെ മൈനസ് വരുമ്പോൾ ഇവിടെ മൈനസ് ഉണ്ടാവും. x മൈനസ് y ഇൻറ്റു ഇവിടെ x² പ്ലസ് ഇവിടെ എപ്പോഴും പോസിറ്റീവ് x² പ്ലസ് xy
പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. അപ്പോൾ ആ ഒരു ഫോമിലേക്ക് ഇതിനെ മാറ്റി എഴുതുക. 27x³ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 3x³ മൈനസ് 125 എന്ന് പറയുന്നത് 5 ആണ്. 5ൻ്റെ ക്യൂബാണ്. 5 × 5 × 5 എന്ന് പറഞ്ഞാൽ 125 ആണ്. അപ്പോൾ മൈനസ് 5y³ ഈക്വൽ ടു ഇവിടെ എക്സ് മൈനസ് വൈ 3x മൈനസ് 5y x² 3x² പ്ലസ് എക്സ് വൈ 3x ഇൻറ്റു വൈ എന്ന് പറയുന്നത് 5y പ്ലസ് y² 5y². അപ്പോൾ നമ്മുടെ ആൻസർ 3x മൈനസ് 5y ഇൻറ്റു 9x² പ്ലസ് 15xy പ്ലസ് 25y². അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫാക്ടറൈസസ് 49a² പ്ലസ് 70ab പ്ലസ് 25b². അപ്പോൾ 49a² പ്ലസ് 70ab പ്ലസ് 25b². ഇതിനെ നമുക്ക് a+b² ഫോമിലേക്ക് മാറ്റി എഴുതണം. അതായത് ഇവിടെ 49 എന്ന് പറഞ്ഞാൽ 7² ആണ് 49. അപ്പോൾ 7a² പ്ലസ് 2ab 2a എന്ന് പറയുന്നത് 7a b എന്ന് പറയുന്നത് 5b പ്ലസ് 5b². അപ്പോൾ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക. 49 7² എന്ന് പറഞ്ഞാൽ 49a². ഇവിടെ 2 × 7 14 14 × 5 എന്ന് പറയുന്നത് 70 70ab പ്ലസ് 25b². അപ്പോൾ ഇത് 7a പ്ലസ് 5b². ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 7a പ്ലസ് 5b ഇൻറ്റു 7a പ്ലസ് 5b. ഇനി അടുത്തത് 25/4x² മൈനസ് y² അതായത് 25/4x² മൈനസ് y²/9. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 5/2x² മൈനസ് y/3² അതായത് a² മൈനസ് b². a² മൈനസ് b² ഈക്വൽ ടു a പ്ലസ് b ഇൻറ്റു a മൈനസ് b. അപ്പോൾ നമ്മുടെ ആൻസർ 5/2x പ്ലസ് y/3 ഇൻറ്റു 5/2x മൈനസ് y/3 a പ്ലസ് b ഇൻറ്റു a മൈനസ് b. അങ്ങനെ ഏത് ഐഡൻറ്റിറ്റിയാണ് വരുന്നത് അത് നോക്കിയിട്ട് ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.